ഇന്ന് കിങ് ഡൂക്കിന്റെ ഏറ്റവും പുതിയ ചിത്രം 111 വൈകിട്ട് 6:30 ന്യൂ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. ലൈംഗികതയുടെയും അക്രമത്തിന്റെയും തീവ്ര ഭാവങ്ങളാണ് ചിത്രത്തിൽ അനാവരണം ചെയ്തിരിക്കുന്നത്. പൈശാചികമായി കൊല്ലപ്പെടുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. എന്നാൽ അവൾ മാത്രമല്ല ഇര. അവളെ കൊലപ്പെടുത്തിയ 7 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കുറച്ചുപേർ തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നു. അയാൾ മോചിതനാകുമ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും പീഡനത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് അയാൾ പിന്നീട് നടത്തുന്നത്. അടുത്തതായി ഇരയാകാൻ പോകുന്ന ആളെ പിന്തുടർന്ന് അവരുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ അയാൾ ശ്രമിക്കുന്നു. തീവ്രമായ ചിന്തകളും ധീരമായ കഥാവ്യാഖ്യാനവും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ലോക സിനിമാ വിഭാഗത്തിൽ 21 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മലയാള സിനിമാ വിഭാഗത്തിൽ MP സുകുമാരൻ നായരുടെ ജലാംശം ഇന്ന് പ്രദർശിപ്പിക്കും. അച്ഛൻ വിളിക്കണു. സഖാവ് അവിടെ നോക്കിയിരിക്കണു. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ പണിയാ കറമ്പി ചെയ്ത് വളം മേടിച്ചു വെച്ചിരിക്കണത് കണ്ടില്ലേ? കാർഷിക സമൂഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് സംസ്കാരത്തെക്കുറിച്ചുള്ള ദുരന്തപൂർണമായ രൂപമാറ്റമാണ് ചിത്രം പ്രതിനിധാനം ചെയ്യുന്നത്. ചോരപുരണ്ട ഭൂതകാലത്തിനും വിരസമായേക്കാവുന്ന ഭാവി കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ജീവിക്കുന്ന കുഞ്ഞുണ്ണിയിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ക്രിക്കറ്റിനെ പ്രാണവായുവായി കരുതുന്ന ഒരു കൂട്ടം ആളുകളുടെ കഥ പറഞ്ഞ തിയേറ്ററിൽ വിജയം കൊയ്ത 1983 ഇന്ന് പ്രദർശിപ്പിക്കും. പിള്ളേര് ഹെൽമെറ്റ് ഇല്ലാതെ കളിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പേടിയാ. സോ വീട്ടിൽ കളിക്കുമ്പോൾ പോലും കണ്ണൻ അവന്റെ ഗിയർ ഉപയോഗിച്ച് തന്നെ കളിക്കണം. ഷാജഹാൻ, M7 ന്യൂസ്.